നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃത്രിമമായി മഴ പെയ്യ്ക്കാനുള്ള പദ്ധതിക്ക് രാജാവിൻ്റെ അംഗീകാരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. പ്രതിവർഷം 20% അധിക മഴയാണ് ലക്ഷ്യമിടുന്നതെന്ന് പരിസ്ഥിതി ജല മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു. ലോകത്ത് ഏറ്റവും വരൾച്ചയുള്ള രാജ്യങ്ങളിൽ ഒന്നായ സൗദിയിൽ നിലവിൽ പ്രതിവർഷം ലഭിക്കുന്ന മഴ 100 മില്ലിമീറ്ററിൽ കൂടാറില്ല എന്നതും പ്രത്യേകതയാണ്. രാജ്യത്ത് സ്ഥിരം ജല ഉറവിടങ്ങളായ നദികളോ തടാകങ്ങളോ ഇല്ലാത്ത പശ്ചാത്തലത്തിലാണ് കൃത്രിമമായി മഴ പെയ്യ്ക്കാനുള്ള പദ്ധതിക്ക് രാജാവ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. ആഗോളതലത്തിൽ കൃത്രിമ മഴ പെയ്യ്ക്കുന്നതിന് സ്വീകരിക്കുന്ന രീതികളും ഇക്കാര്യത്തിൽ മറ്റു രാജ്യങ്ങളുടെ അനുഭവ സമ്പത്ത് നേരിട്ട് പഠിച്ചുമാണ് അംഗീകാരം നൽകിയത്. നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ കാർമേഘങ്ങളിൽ ലക്ഷ്യമിട്ട ചില പദാർത്ഥങ്ങൾ വിതറി കൃത്രിമ മഴ പെയ്യ്ക്കാനാണ് പദ്ധതിയിലൂടെ ഇപ്പോൾ വിഭാവനം ചെയ്യുന്ന വസ്തുത. രാജ്യത്ത് ആദ്യമായി കൃത്രിമ മഴ പരീക്ഷിച്ചത് 1990-ൽ അസിൽ പ്രാവശ്യയിലാണ്. നിലവിൽ രാജ്യത്തെ പ്രതിവർഷ ജല ആവശ്യം 2400 കോടി ഘനമീറ്ററാണ്. പ്രതിവർഷം 2070 കോടി ഘനമീറ്റർ വെള്ളം സമുദ്രജലം ശുദ്ധീകരിച്ച് കണ്ടെത്തുന്നുമുണ്ട്. അതേസമയം കാലാവസ്ഥാ മാറ്റത്തിന്റെ സൂചന നൽകി രാജ്യവ്യാപകമായി മഴ പെയ്യുന്നുമുണ്ട്. ചൊവ്വാഴ്ചയുടെ മഴ ശക്തിപ്പെട്ടോ ബുധനാഴ്ച തണുപ്പ് ശക്തമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാലാവസ്ഥാ പ്രവചനവും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നതും. മഴ മൂലം പല സ്ഥലങ്ങളിലും ചെറിയ രീതിയിൽ വെള്ളപ്പൊക്കവും ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ അപായ സൂചനകൾ ലഭ്യമായിട്ടില്ല എന്നും അധികൃതർ തന്നെ അറിയിക്കുന്നു. തിങ്കളാഴ്ചയാണ് രാജ്യത്തിന്റെ എല്ലാ ഇടങ്ങളിലും പരക്കെ മഴ പെയ്തത്. വടക്കൻ അതിർത്തിയിൽ താബൂക്ക് പട്ടണത്തിൽ ഉൾപ്പെടെ ഞായറാഴ്ച ആരംഭിച്ച മഴയ്ക്ക് ചൊവ്വാഴ്ചയും യാതൊരു ശമനവും ഉണ്ടായിട്ടില്ല. റിയാദ് നഗരത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗമായ അലിയാമിൽ മേഖലയിൽ തിങ്കളാഴ്ച മലവെള്ളപ്പാച്ചിലുണ്ടായത് മൂലം കിങ് അബ്ദുൽ അസീസ് റോഡും കിങ് സൽമാൻ റോഡും സന്ധിക്കുന്നയിടത്ത് അല്പനേരം ഗതാഗത തടസ്സമുണ്ടായി എന്നുള്ളതും പ്രത്യേകതയാണ്. പിന്നീട് പൂർവ്വസ്ഥിതിയിൽ ഇവ ആവുകയുമായിരുന്നു. രാജ്യം പുതിയ ശൈത്യത്തിന് പിടിയിലാകുന്ന സൂചനയാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നതും. ചൊവ്വാഴ്ച താപനില ശരാശരി 20 ഡിഗ്രി സെൽഷ്യസ് ഗ്രേഡായി താഴുകയും ചെയ്തു. ചിലയിടങ്ങളിൽ 18-ന് താഴെയാണ് താപനില ഇപ്പോൾ ഉള്ളത്. വരും ദിവസങ്ങളിൽ താപനില ഇനിയും താഴുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തിൽ നിന്ന് വ്യക്തമാക്കുന്ന വസ്തുത. വ്യാഴാഴ്ച 17 ഡിഗ്രിയും വെള്ളിയാഴ്ച അതായത് ഇന്നലെ 18 ഡിഗ്രിയും ശനിയാഴ്ച 20 ഡിഗ്രിയുമായിരിക്കും താപനിലയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന വസ്തുത. റിയാദ് അടക്കം വിവിധ നഗരങ്ങളിലെ പ്രധാന നിരത്തുകളിൽ ചെറിയ മഴയിൽ പോലും വെള്ളം കയറുന്ന അവസ്ഥയാണുള്ളത്. വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ഇടിയും മിന്നലോടും കൂടിയ മഴയ്ക്ക് വ്യക്തമായ സാധ്യതയുണ്ടെന്നും ഇവർ വെളിപ്പെടുത്തുന്നു. ഈ മാസം അവസാനത്തോടുകൂടി കൂടിയ ശൈത്യത്തിനും പിടിയിലാകും ഈ രാജ്യമെന്നതും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. എന്തായാലും പ്രവാസി മലയാളികൾ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ നന്നാവും. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.